പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ തങ്ങളുടെ പിന്തുണ പിൻവലിക്കുന്നുവെന്ന് പരസ്യമായി പ്രതികരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ നടപടി. പ്രതിപക്ഷ നേതാവ് ബിജു പാലു പടവൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ മുൻപാകെ എത്തിയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇടതുമുന്നണി അംഗങ്ങൾ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കില്ലെന്നും അധികാരമല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസ് മത്സരിച്ചാൽ പിന്തുണയ്ക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി. സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങളെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാരണവശാലും സ്വതന്ത്ര മുന്നണിയുടെ പരോക്ഷമായ പിന്തുണ മേടിച്ചു പോലും ഞങ്ങൾ പറഞ്ഞു വരികയല്ല. അല്ല, കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞു വരത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അനീതിക്കുള്ള പോരാട്ടം, ഇവിടെ ഒരു കാവ്യനീതിയുണ്ട്. ആ കാവ്യനീതി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ട് ഈ അവിശ്വാസത്തിനോട്ട് വന്ന കാരണം പാലായിൽ 6 മാസമായിട്ട് ഭരണസമരമാണ്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നിർത്തം ചെയ്യാൻ വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സീനിയർ കൗൺസിലർമാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യന് മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആണ് ഞങ്ങളിത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പാലായ്ക്ക് അങ്ങനെ ഒരു പാലായ അനാഥത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തും അതിന് മുൻകൈ എടുത്തു. പാലാ നഗരസഭയിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ നിരന്തരം പ്രക്ഷോഭം നടത്തിവരികയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ.